മാന്യ പ്രേക്ഷകർക്ക് മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സമൂഹത്തിൻ്റെ അരികുകളിലേക്ക് പോവുക എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം ഇന്ന് കത്തോലിക്കാ സഭ നെഞ്ചോട് ചേർക്കുമ്പോൾ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമിടയിൽ, പ്രത്യേകിച്ച് ലൈംഗിക തൊഴിലാളികൾ, HIV ബാധിതർ, എയ്ഡ്സ് രോഗികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ എന്നിവർക്കിടയിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത് ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സിസ്റ്റേഴ്സ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറയിലുള്ള അഡോറേഷൻ കോൺവെന്റ് സിസ്റ്റേഴ്സായ സിസ്റ്റർ മേഴ്സിയും സിസ്റ്റർ തെരേസും. അഡോറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സാന്നിധ്യത്തിൻ്റെ അമരക്കാരായ ഈ സിസ്റ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ആഡംബരങ്ങളും ആഘോഷങ്ങളും നെഞ്ചേറ്റിയ നഗരം, സാംസ്കാരിക സമന്വയങ്ങളുടെ അപൂർവ സുന്ദര ഭൂമിക, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ കൊച്ചി. പകലിൻ്റെ മോഹന ദൃശ്യങ്ങൾക്കപ്പുറം അടക്കിപ്പിടിച്ച തേങ്ങലുകൾ, അതിരുവിട്ട ഉന്മാദങ്ങൾ, ലഹരി തേടിയ പ്രയാണങ്ങളിൽ വീണുചിതറിയ പളുങ്കു ജീവിതങ്ങളുടെ ശുഷ്ക നിശ്വാസങ്ങൾ. ഇടയ്ക്കെപ്പോഴോ ഗതിമാറി നീങ്ങവേ ഇടറി വീണിടങ്ങളിൽ നിന്ന് ഇനിയൊരു മടക്കയാത്രയ്ക്കാവില്ലെന്നറിയുമ്പോഴേക്കും വൈകിക്കഴിഞ്ഞിരിക്കും. തിരഞ്ഞുവരാനാരുമില്ലാതെ, തേടിപ്പോകാനിടമില്ലാതെ തനിച്ചാകുന്ന ജീവിതങ്ങൾ. അവർക്കിടയിലേക്ക് പൊറുതിയുടെ മുറിപ്പാടുള്ള ഇരുകരങ്ങളായി രണ്ടു സന്യാസിനികൾ. അൾത്താരയിലെ സ്തുതിഗീതങ്ങൾക്കൊപ്പം അടിപതറിപ്പോയവരുടെ അത്താണിയായി മാറുകയാണ് മണവാളന്റെ ഇഷ്ടപൂജയെന്ന് തിരിച്ചറിഞ്ഞവർ. സിസ്റ്റർ മേഴ്സി വടക്കുംചേരി SABS, സിസ്റ്റർ തെരേസ് പുത്തൻപുര SABS. സിസ്റ്റേഴ്സിന് സ്വാഗതം. ഈ നിത്യാരാധനയും വിശുദ്ധ ബലിയും ജപമാലയും എല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിലേറെ ജപമാല ഒരു വലിയ ശക്തിയാട്ടാ. അമ്മയോട് ഞങ്ങൾ പറയേ, അമ്മയുടെ മക്കൾക്കോട്ടെ ഞങ്ങൾ പോണേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ നോക്കേണ്ടത് നിന്റെ ജോലിയാണ്. അതുകൊണ്ട് നമുക്കതൊരു വലിയ സംരക്ഷണമുണ്ട് കേട്ടോ. ഒരിക്കൽ ഞങ്ങളുടെ ഒരു ബ്രദർ ഞങ്ങളോട് പറയായിരുന്നു, സിസ്റ്റർമാർക്കൂടി പ്രാർത്ഥിച്ചപ്പോൾ റോസാ മിസ്റ്റിക്ക മാതാവ് നിങ്ങളുടെ ഈ ഭവനത്തെ ചുറ്റും നടക്കുന്നതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളോട്. അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങൾക്ക് ഒന്നുകൂടി ഭയങ്കര സന്തോഷമായി. നമ്മളെ നോക്കാൻ ഒരു അമ്മ നമ്മുടെ ഒപ്പം ഉള്ളപ്പോ പിന്നെ നമുക്ക് മിഖായേൽ മാലാഖ. ഇപ്പൊ നമ്മുടെ ഇങ്ങനത്തെ ഫീൽഡൊക്കെ പൈശാചിക ശക്തികൾ ഒത്തിരിയേറെ നമ്മളെ സ്വാധീനിക്കാവുന്ന ഒരു മേഖലയാണ്. ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഈ മയക്കുമരുന്നുകാരുടെ അടുത്ത് പോയി വരുമ്പോൾ ഒത്തിരി നമുക്കറിയാമല്ലോ, നമുക്ക് വിചാരിക്കാത്ത ക്ഷീണം തളർച്ച ഫീൽ ചെയ്യും. പക്ഷെ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന നിങ്ങൾ ദിവസേന ചെല്ലണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ തിന്മകളെയൊക്കെ ഒരു അതിജീവിക്കാനുള്ള ഒരു ശരിയാ. ഞങ്ങൾ അന്ന് മുതൽ ആ പ്രാർത്ഥന മുടങ്ങാതെ അങ്ങനെ എല്ലാ വിശുദ്ധാത്മാക്കളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. വിശുദ്ധാത്മാക്കളെ ആരെയും ഉപേക്ഷ നടക്കില്ല. പക്ഷെ ഇതൊക്കെ നമുക്കൊരു വലിയ ശക്തിയും ഒരു അൻബലം നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ രണ്ട് സ്ത്രീകൾ തന്നെ ഒരു റോഡ് സൈഡിലുള്ള ഒരു കൊച്ചു മഠത്തിൽ താമസിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും അത്യാവശ്യം വരാം, അല്ലെങ്കിൽ പകലായാലും നിങ്ങൾക്കൊരു സഹായം വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾക്ക് അയൽവക്കക്കാരുണ്ടല്ലോ, ഞങ്ങളുടെ ചുറ്റുള്ളത് യാക്കുബൈറ്റ് ചേട്ടന്മാർ കുടുംബക്കാരാ. ഇപ്പൊ ഞങ്ങളൊരു അത്യാവശ്യം വന്നാൽ ഞങ്ങൾ അവരെ വിളിക്കും. ഞങ്ങൾ ആ വീട്ടുകാരായിട്ട് നല്ല കണക്ഷനാണ്. ഇപ്പം ഞങ്ങളൊരു ദിവസം ഇപ്പോൾ അവിടെ ഇല്ലാതെ പോയാൽ ചേട്ടൻ ഞങ്ങൾക്ക് കളമശ്ശേരി, ഞങ്ങൾ റെയർ കേസിലാണ് അവിടെ രാത്രി ഇല്ലാത്തതുള്ളൂ. അങ്ങനെ പോരേണ്ടി വന്ന് ഞങ്ങൾ ആ ചേട്ടനെ വിളിച്ചോളൂ, ചേട്ടൻ ഞങ്ങൾ പോവുകയാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വരില്ല. കാരണം പണമായിട്ടൊന്നും അവിടെ ഇരിപ്പുണ്ടാവില്ല. പിന്നെ ഈശോ ഇരിപ്പുണ്ട് അവിടെ. സാധാരണ മഠങ്ങളില് പിന്നെ ഒരു കറണ്ട് ചാർജ്, വെള്ളത്തിന്റെ പൈസ, കര അടയ്ക്കൽ, ഇതൊക്കെ സിസ്റ്റേഴ്സ് തന്നെ പോയി വേണം.
പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ബില്ല് അവിടെ കൊണ്ട് കിട്ടിയാൽ മതി. ഞങ്ങള് അയൽപക്കത്തെ ചേച്ചിമാരെ ഓരോരുത്തരെ ഏൽപ്പിച്ചേക്കാം. നിങ്ങളുടെ ജോലിയെല്ലാം അവർ തന്നെ അങ്ങനത്തെ പണികളൊക്കെ. അതുവരെ ഇപ്പം ഗ്യാസ് ഞങ്ങളവിടെ ഇല്ലാത്തപ്പോൾ ഗ്യാസ് വിളിച്ച് പറഞ്ഞ് വരുവാണെങ്കിൽ ആ അടുത്ത കടയിലെ ചേട്ടൻ അതൊക്കെ മേടിച്ചു വെച്ച് റെഡിയാണ്. അവരൊക്കെ നല്ലവരായ അയൽക്കാരെയും ദൈവം നിങ്ങൾക്കായിട്ട് ഒരുക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും ഫീൽഡിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾ രണ്ടും ടീച്ചേഴ്സായിരുന്നു. ടീച്ചേഴ്സാണ്. ഇങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഞങ്ങൾ എടുത്തെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് മാറിയത്. അതുവരെ ടീച്ചിങ് പ്രൊഫഷൻ തന്നെയായിരുന്നു. പിന്നെ നോർത്തില് തെരേസ് പിന്നെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഷനിലുണ്ടായിരുന്നു. ഈ തേയിലത്തോട്ടത്തിൽ, ബംഗാളിലെ തേയിലത്തോട്ടത്തിൽ ഞാൻ കുറച്ച് നാൾ. ഞങ്ങളുടെ ഒരു ഹൗസ് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കുണ്ട് ഞങ്ങൾക്കൊരു ഹൗസ്. അവിടെ ഒരു ഓർഫണേജും ഹൈസ്കൂളും ഒക്കെ ആയിട്ട്. അപ്പം അവിടെ ഈ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ ഒരുമിച്ചായിരിക്കും താമസിക്കുക. അവരുടെ ഇടയിൽ ഞാൻ ഒരു 2-2.5 വർഷത്തോളം ഞാൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് അവരുടെ കൂടെ, അവരിൽ നിന്ന് തന്നെ ഒരു സ്ത്രീ എൻ്റെ കൂടെ വരും. സിസ്റ്റേഴ്സ് വരാനില്ല. അപ്പം ഞാനിങ്ങനെ അവരുടെ വീട്, അവരുടെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ. വീടെന്ന് പറയാനില്ല, നമ്മുടെ തൊഴുത്ത് അതിലും ഭേദം, അതുപോലത്തെ കൂരകൾ. അപ്പം ഞങ്ങൾ അവരാരെങ്കിലും എൻ്റെ കൂടെ വരും. ഞാനിവരുടെ വീട് വഴിയൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം നമ്മൾ ചെല്ലുന്നവർക്കൊരു സന്തോഷം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് സന്തോഷമായിട്ട് അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ പേര് മേരി കെ.വി. എൻ്റെ വീട് കാക്കനാട്. ഞാൻ ജോലി ചെയ്യുന്നത് സ്വന്തം സുരക്ഷാ പ്രോജക്റ്റാണ് എറണാകുളം. അവിടെ ഞാൻ 10 കൊല്ലമായിട്ട് പ്രോജക്റ്റ് ഡയറക്ടറും CBOയുടെ പ്രസിഡന്റ് കൂടിയാണ്. അവിടെ നമ്മളുടെ കുട്ടികൾ, HRG ആയിട്ട് വരുന്ന കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്ന് ഇറക്കപ്പെട്ട് ഒറ്റപ്പെട്ട് വരുന്ന കുട്ടികളാണ്. അവർ നമ്മുടെ സുരക്ഷാ പ്രോജക്റ്റിൽ വന്ന് എത്തിക്കിട്ടുമ്പോൾ നമ്മളവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരുടെ രോഗപ്രതിരോധ ശക്തിയെ ചേർക്കാനുള്ള നല്ല സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും HIV AIDS വരാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ സ്വന്തം സുരക്ഷാ പ്രോജക്റ്റിൽ നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് പ്രോജക്റ്റ് മാനേജർ, പ്രോജക്റ്റ് കൗൺസിലർ, ഡോക്ടർ, നേഴ്സ്, അതുപോലെ സ്റ്റാഫുകൾ എല്ലാവരും നമ്മളുടെ ഗവൺമെൻറ് സാലറി മേടിക്കുന്ന വ്യക്തികൾ, പ്രോജക്റ്റ് ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ അവരെ നല്ല രീതിയിൽ നല്ല സമൂഹത്തിലോട്ട് ഒറ്റപ്പെട്ട ആളുകളെ ഒന്നിച്ച് അവർക്ക് തിരിച്ചറിയൽ കാർഡ് ഇല്ലെങ്കിൽ ആ തിരിച്ചറിയൽ കാർഡ് നൽകി, റേഷൻ കാർഡ്, വീടില്ലാത്തവർക്ക് വീട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് അവർ നല്ല രീതിയിൽ അവർ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ പ്രോജക്റ്റിൽ അവർ വന്നു പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ പ്രോജക്റ്റ് ഡയറക്ടറും പ്രസിഡൻ്റായി എനിക്കും അതുപോലെ എൻ്റെ പ്രോജക്റ്റ് മാനേജർക്കും സുനിൽ കുമാറിനും ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഇവരെ ഒന്നിച്ച് 750 സ്ത്രീകളെ നമുക്ക് കിട്ടി. അവരെ ഓരോരുത്തരെയും ബോധവൽക്കരിച്ച് അവരുടെ കൂട്ടായ്മയിൽ നിർത്തിക്കൊണ്ട് അവർക്ക് HIV AIDS പിടിപെടാതെ അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും വിദ്യാഭ്യാസം പഠിപ്പിക്കാനുള്ള നല്ല രീതിയിലും, അതുപോലെ 45 വയസ്സ് കഴിഞ്ഞ അമ്മമാരെ നല്ല പുനരധിവാസനം നടത്താൻ 2 പ്രോജക്റ്റ് ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ. അത് ഞങ്ങൾ അവിടെ 30 MKK നഗറിലാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. അവിടെ വെച്ചാണ് ഞങ്ങളുടെ മേഴ്സി സിസ്റ്റർമാർ 2 പേരും അവിടെ വരികയും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും, ഭക്ഷണ പദാർത്ഥങ്ങളും, പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഉടുപ്പുകളും, അവർക്ക് വേണ്ട എന്താ മരുന്നുകളും കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും, ഭക്ഷണത്തിന് വേണ്ടിയ സകല കാര്യങ്ങളും വന്ന് അന്വേഷിക്കുകയും അവർ വന്ന് കാണുകയും, അതുപോലെ ഞങ്ങളുടെ പ്രോജക്റ്റിൽ പല സഹായങ്ങളും ഉണ്ട് സിസ്റ്റർമാരെ കൊണ്ട്. അതുപോലെ തന്നെ ബുക്ക് പ്രദാനം ചെയ്യും. എല്ലാ വിദ്യാഭ്യാസത്തിനും ഓരോ വർഷത്തിലും ബുക്ക്, പേനയും ബുക്കും, ബാഗുകൾ, കുട, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സിസ്റ്റർമാരാണ് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് സിസ്റ്ററിൻ്റെ കാര്യത്തിൽ. ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ സിസ്റ്ററിൻ്റെ നടത്തിപ്പ് കൊണ്ടും ഞങ്ങൾക്ക് നാക്കോൻ്റെ പ്രധാനപ്പെട്ട കാര്യക്ഷമ കൊണ്ടും, അതുപോലെ തന്നെ സാക്സിൻ്റെ തിരുവനന്തപുരത്തുള്ള എല്ലാ സാറുമാരുടെ കൗൺസിലിങ്ങും അതുപോലെ അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ HIV AIDSനെ ചേർക്കാൻ വേണ്ടി നമ്മൾ ഈ ഓഫീസ് കൊണ്ടു നടക്കുന്നത്. സിസ്റ്റേഴ്സിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇതിനാവശ്യത്തിന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ശരിക്കും ഇങ്ങനൊരു ഫീൽഡ് ആകുമ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കുമല്ലോ. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കും. വീട്ടുകാർക്ക് ആദ്യം ഇഷ്ടമുണ്ടായില്ല കേട്ടോ. കാരണം അവർ നോക്കുമ്പോൾ ഒരു അഡ്രസ്സുള്ള ജോലിയല്ല ഇത്. ഈ അഡ്രസ്സിലത്തെ ജോലി ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ പെങ്ങള് ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുന്ന ജോലി എന്ന് പറയുന്നത് കേൾക്കാൻ അവർ വീട്ടിൽ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതിൻ്റെ പേര് തന്നെ അവരൊരു ഇച്ചിരി അസ്വസ്ഥ ആദ്യം കാണിച്ചു. പക്ഷേ പിന്നീട് മനസ്സിലായി അപ്പം അവരുടെ പേടി കൂടി ഇങ്ങനെയൊക്കെ നടന്ന് ഇതുങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടുമ്പോൾ എന്നുള്ള പേടിയും ഇല്ലാതിരിക്കാൻ വഴിയില്ലല്ലോ. അതൊക്കെ ആയിരിക്കും അവരുടെ പിന്നെ. പക്ഷേ അങ്ങനത്തെ ഒരു ചീത്തപ്പേര് നമ്മൾ കേൾപ്പിക്കാഞ്ഞത് കൊണ്ടും പിന്നെ നമ്മുടെ പ്രവർത്തനത്തിൽ പിന്നെ ഒരുവിധം എനിക്ക് തോന്നുന്നത് ശാലോമി തന്നെയാണ് ഒരിക്കലും നമ്മുടെ ഒരു ഇതിനെക്കുറിച്ച് വന്നിരുന്നു. പിന്നെ പേപ്പറിലും സത്യപത്തിലും വന്നിരുന്നു നമ്മുടെ പ്രവർത്തനത്തെ പറ്റി. അപ്പം ഇങ്ങനെയൊക്കെ വായിച്ച് കേട്ടപ്പോഴൊക്കെ അവർക്കൊരു ധൈര്യം വന്നു. പിന്നെ അവർക്ക് പൂർണ്ണമായിട്ട് ധൈര്യം വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ
ഞങ്ങൾ ഇങ്ങനെ വീട് പണിത് കൊടുത്തതിൽ ഒരു വീട് ബ്ലസ് ചെയ്യാൻ ഇടയിൽ നിർത്തി പിതാവിനെ ക്ഷണിച്ചു. പിതാവ് വന്നു. അപ്പോൾ പിതാവ് വന്നപ്പോൾ ഈ പണിത വീട് എൻ്റെ വീടിൻ്റെ കുറച്ചടുത്തായിരുന്നു. അപ്പോൾ പിതാവിൻ്റെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു പിതാവ്, അപ്പം പിതാവിന് പിന്നെ 5:30ക്കാണ് പിന്നെ ഒരു വേറെ പരിപാടിയുണ്ട്. ഇത് 3:30-4 മണിയായപ്പോൾ പരിപാടി ഇവിടുത്തെ കഴിഞ്ഞു. പിതാവ് എൻ്റെ വീട് ഇവിടെ അടുത്തുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അപ്പോൾ ബ്രദേഴ്സ് 2 പേര് 3 പേര് ബ്രദേഴ്സിൽ 2 പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പിതാവ് ചെല്ലുന്ന കേട്ടപ്പോഴേക്കും അയൽവക്കത്തെ വലിയപ്പൻ്റെ വീട്ടിലെ മക്കളൊക്കെ അവിടെ കുറച്ച് പേരുണ്ട്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ പിതാവ് ചോദിച്ചേ, അല്ല പെങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് ആങ്ങളന്മാരുടെ അഭിപ്രായം എന്താ? പിതാവ് വെറുതെ ഇങ്ങോട്ട്, പക്ഷെ പിതാവിന് ഇതൊന്നും അറിയില്ലായിരുന്നു. പിതാവ് ചുമ്മാ ചോദിച്ചു. അപ്പം മൂത്ത ബ്രദർ പറയും, എൻ്റെ പിതാവേ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഇതിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇവളിങ്ങനെ ചെയ്തപ്പോൾ. പിന്നെ പിതാവ് ചോദിച്ചു, അതല്ല ഇത്രയും നാൾ ചെയ്തിട്ട് വേറെ ചീത്തപ്പേരുള്ളത് കേൾപ്പിച്ചാ? ഇല്ല, ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു ചേട്ടാ, അച്ഛന്മാരും സിസ്റ്റേഴ്സും ചെയ്യേണ്ട ജോലി ഇങ്ങനത്തെയൊക്കെയാണ്. അതുകൊണ്ട് പെങ്ങൾ ഈ ജോലി ചെയ്യുന്നതിൽ അഭിമാനം കൊണ്ടാൽ മതി. ഇത് പിതാവിൻ്റെ വായത് കേട്ടപ്പോൾ ഇവർക്ക് സമാധാനമായി. പിന്നെ ഒരിക്കലും അവരത് വീട് എവിടെയാ? എൻ്റെ വീട് വാതക്കാട്, അങ്കമാലി സൈഡാണ്. അങ്കമാലിയാണ്. സിസ്റ്ററിന്റെ വീട്? എൻ്റെ വീട് വെള്ളൂരാണ്, ന്യൂസ് പ്രിന്റ് കമ്പനിയുടെ ഒക്കെ പിറവം അടുത്ത്. വയ്ക്കാം. പക്ഷെ എൻ്റെ വീട്ടിലെന്നാന്ന് വെച്ചാൽ ഇത് ഈ ഫീൽഡിലേക്ക് മേഴ്സിയും സ്റ്റാൻസി മദറും ഇറങ്ങി ഒരു 3 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. ആൻസി മദർ അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യലായിട്ട് പോന്നപ്പോഴാണ്. വീട്ടിൽ ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ മൂത്തതായതുകൊണ്ടും വീട്ടിലാണെങ്കിലും എനിക്ക് എന്നാ പറയുന്നത്, ഞങ്ങളുടെ അടുത്തൊക്കെ ഈ പിള്ളേർ അങ്ങനത്തെ ഒത്തിരി പേരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ക്ലാസ് ഇല്ലാത്ത ദിവസമൊക്കെ ചിലപ്പോൾ ഇവരുടെ വീടുകളിലൊക്കെ പോകാറുണ്ട്. അപ്പം അതുകൊണ്ട് അന്ന് പിന്നെ ഇവരൊക്കെ പിള്ളേരൊക്കെ കൊച്ചുങ്ങളായിരുന്നു. പിന്നെ ഞാൻ മടത്തിൽ പോന്നിട്ട് കുറേ നാൾ മിഷനിലൊക്കെ ആയിരുന്നു കൊണ്ട് അവർക്കത് ഞാൻ എവിടെ പോയാലും അവർക്കൊരു വിഷയമല്ല. അത് അവർക്ക് ഫുൾ സപ്പോർട്ടാണ്. ഈ കാര്യത്തിൽ തന്നെ മുഴുകി നടക്കുകയെന്ന് അറിയാം അവർക്ക്. അല്ല, ഇവരിപ്പോൾ പറഞ്ഞ് മടത്തിലിരിക്കാൻ പറഞ്ഞാലും ഞാൻ ഇപ്പം ഞാൻ മിഷന് പോയപ്പോൾ ഇച്ചാച്ചനുള്ള സമയമാണ്. ഭയങ്കര വിഷമമായിരുന്നു മിഷന് പോകണ. ഞാൻ മരിക്കുമ്പോൾ നീ ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞു ഇച്ചാച്ചൻ മരിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ മിഷനിൽ നിന്ന് തിരിച്ചു വന്ന 1 കൊല്ലം കഴിഞ്ഞാണ് ഇച്ചാച്ചൻ മരിക്കണത്. അപ്പം അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ വീട്ടുകാർക്ക്. അതുകൊണ്ട് ഞാനിപ്പം ഏത് ഫീൽഡാണ് വർക്ക് ചെയ്യണമെന്ന് അവർക്കൊരു വിഷയമല്ല. അത് പണ്ട് കാലത്തൊക്കെ ഈ സിസ്റ്റേഴ്സ് എല്ലാ വീടുകളിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങിയിടും. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ സിസ്റ്റേഴ്സ് മിക്കവാറും വരുമായിരുന്നു. അപ്പം ഇപ്പം പക്ഷേ സിസ്റ്റേഴ്സ് അങ്ങനെ വരുന്നില്ല, ഒത്തിരി നാളായി വന്നിട്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പണ്ടെന്ന് പറയുമ്പോൾ സിസ്റ്റേഴ്സ് ഇഷ്ടംപോലെ മഠങ്ങളിലുണ്ട്. അപ്പോൾ നല്ല ആരോഗ്യമുണ്ടെന്ന്. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പുള്ള ആരോഗ്യം ഇന്നത്തെ 10 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടാവില്ലല്ലോ. അന്ന് ഈ ആരോഗ്യമുള്ള സിസ്റ്റേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അവർ സ്കൂൾ വിട്ട് കഴിഞ്ഞാലും ഒരു വീടുകളിലേക്ക് ഒന്ന് പോകാനും ഒക്കെയുള്ള ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അന്ന് പിന്നെ ഇത്രയും സംഘടനകൾ, പള്ളികളുമായി ബന്ധപ്പെട്ട് ഇത്രയും സംഘടനകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് സിസ്റ്റേഴ്സ് അധികം പ്രായമായി. ഇപ്പോൾ ഈ പുതിയ വീട്ടിലുകൾ അധികം വരുന്നില്ല. അപ്പോൾ ഈ യങ്ങസ്റ്റേഴ്സ് മീൻസ് ആരോഗ്യമുള്ളവർ വളരെ കുറവാണ്. ഈ ആരോഗ്യമുള്ളവർ വളരെ കുറവാകുന്ന സ്ഥിതിക്ക് ഇവർക്ക് ഈ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ മഠത്തിൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങൾ കാണും, സംഘടനകൾ കാണും, പള്ളിയുടെ കാര്യങ്ങൾ കാണും, അവിടുത്തെ മഠത്തിൻ്റെ ജോലി കാണും. ഇതെല്ലാം കൂടി ഈ സിസ്റ്റേഴ്സിനും ഭാരം കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുണ്ട്, ഈ വിൻസെന്റ് പോള് അതുപോലെയൊക്കെയുള്ള സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷെ സിസ്റ്റേഴ്സ് ചെല്ലേണ്ടടുത്ത് സിസ്റ്റേഴ്സ് തന്നെ ചെല്ലണം. അതൊരു സത്യം. അതുകൊണ്ട് പക്ഷെ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഭവന സന്ദർശനം നടത്തേണ്ടതാണെന്നും അതിൻ്റെ ആവശ്യകത ഏറെ ഉണ്ടെന്നും നമ്മൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. ഇപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സായിട്ട് ഇപ്പോൾ നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. എൻ്റെ വീട്ടിൽ പാർക്കിലൊരു വയ്യായിക വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തന്നാലും ഞാൻ ഒന്ന് പോയി കണ്ടു ചെന്ന് തീർച്ചയായിട്ടും ചെയ്യും. അതുപോലെ ഇപ്പം നമുക്ക് വേറൊരു സ്ഥലത്ത് അങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരിക്കാൻ നമ്മളിരിക്കും. അതൊക്കെ നമുക്ക് ഒരു പരിധി, നമുക്ക് രണ്ടും നമ്മൾ വ്യത്യസ്തമായ കണ്ണുകളിൽ കാണുന്നു. എന്നിരുന്നാലും നമ്മളൊരു സിസ്റ്റേഴ്സ് അച്ഛന്മാരെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു വിശാലമായി ചിന്തിക്കേണ്ടത് അതൊക്കെ നമുക്ക് ആശയത്തിലറിയാം. പ്രാക്ടിക്കലി അത് അവിടെ കുറവുകൾ സംഭവിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ഞങ്ങൾ സിസ്റ്റേഴ്സ് എന്ന നിലയ്ക്കും ഞങ്ങൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ളവർ നല്ല കംപ്ലൈൻറ്റ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ചെല്ലാത്തതിൻ്റെ കംപ്ലൈൻറ്റ് അവർ. പക്ഷെ നമ്മൾക്കിപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, ഒത്തിരി നമ്മളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ ഓരോ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലും. ആ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, പക്ഷേ പ്രശ്നങ്ങൾ ഏറെയുള്ള കുടുംബങ്ങളാണ്.
ഇപ്പം നമ്മൾ ചെന്ന് നമുക്ക് ഓടിപ്പാഞ്ഞ് ചെന്ന് അവരുടെ രഹസ്യങ്ങൾ കൊണ്ട് നമ്മൾ പറയുമോ? ഇല്ല. നമ്മൾ സമയം ചെലവഴിച്ച് അവിടെ ഇരിക്കണം. അതുകൊണ്ടാണ് ഇടയനൃത്ത പിതാവ് പറഞ്ഞത് കമ്മ്യൂണിറ്റി സ്ട്രക്ചർ വിടുക ഇത്തരം ഫീൽഡുകളിൽ. അതായത് ഇപ്പം നമ്മളൊരു കുടുംബത്തേക്ക് ചെന്ന് അയച്ചോ എനിക്ക് സ്റ്റഡിക്ക് സമയമായി, എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് ഓടി ഇറങ്ങി പറയാൻ പറ്റില്ല. ആ കുടുംബത്തിൽ ചെന്നിരുന്ന് കുറച്ച് സമയം അവരെ കേട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ച് ഇങ്ങനെയൊക്കെ സമയം യഥാർത്ഥ കഴമ്പിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് പോരേണ്ട സമയമായി കഴിയും. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിറ്റി സ്ട്രക്ചർ വിട്ട് നമ്മുടെ ടൈം ടേബിൾ നമുക്ക് എല്ലാ പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും വേണം, പക്ഷേ ടൈം വ്യത്യാസങ്ങൾ വരും. ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം. തീർച്ചയായിട്ടും. കമ്മ്യൂണിറ്റിയുടെ ആ നിയമങ്ങൾക്കും ചട്ടക്കൂടുകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാനാവുന്നത് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സിസ്റ്റേഴ്സ് മഠങ്ങളിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല ആദ്യം തന്നെ, പോകേണ്ടതൊരാവശ്യം. പിന്നെ ഇപ്പം എന്തോരം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും സംഘടനയിലുള്ള ഇപ്പോൾ ആരും ഒരു വീട്ടിൽ കയറി ചെന്നാലും അവർ ഒരു സിസ്റ്റർ, ഈവൻ അച്ഛന്മാർ ചെന്നാൽ പോലും ആൾക്കാർ അത്രയും അവരുടെ മനസ്സ് തുറന്ന് പറയില്ല. ഒരു സിസ്റ്റർ, പ്രത്യേകിച്ച് ഒരു ഉടുപ്പിട്ട സിസ്റ്റർ കയറി ചെന്ന് കഴിയുമ്പോൾ കാര്യം ഉടുപ്പ് വേണ്ട സാരി മതി എന്നൊക്കെ പറഞ്ഞാലും എത്ര ബുദ്ധിമുട്ടുള്ള എത്ര സങ്കടപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും നമ്മൾ കുറച്ച് നേരം അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളു തുറക്കും. അപ്പോൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൊടുക്കണ്ട, ഒരു സാമ്പത്തികമായിട്ട് ഒന്നും കൊടുക്കണ്ട, നമുക്ക് അവരെ ശ്രവിക്കുക, നമുക്ക് അധികം പറയണ്ട. പക്ഷെ നമ്മളിങ്ങനെ അവരെ കേട്ടുകൊണ്ടിരുന്ന അവർക്ക് എന്നെ പരിഗണിക്കാൻ ഒരാളുണ്ട് എന്ന ഒരു ബോധ്യം അവർക്കൊന്നും അവർ സ്വയം തുറക്കും. ഇങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവരെ ആരും ഉപദേശിക്കുന്ന കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ അവർ കേട്ടിരുന്നാൽ മതി, ശ്രവിക്കുക. അതാണ് അവരുടെ ആവശ്യം. അവരെ ആരും ശ്രവിക്കാനില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നങ്ങൾ. ആരുമില്ല എന്നൊരു തോന്നുന്നു. അല്ല മക്കളെ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു താങ്ങ് കൊടുക്കാൻ സിസ്റ്റേഴ്സിനോട് പറയാം. സിസ്റ്റേഴ്സ് പൊതുവെ മീൻസ് ജോലി ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിലായാലും മതി, പോകാനായിട്ട് താല്പര്യപ്പെട്ട് ഇറങ്ങണമെന്നുള്ളതൊരു വലിയൊരു ആവശ്യം, ഇന്നിൻ്റെ ഒരു ആവശ്യം. പക്ഷേ സുപ്പീരിയേഴ്സ് പറയുന്നുണ്ട്, പക്ഷെ പ്രാക്ടിക്കലി അല്ല, അവർക്ക് പറയാൻ സാധിക്കും. സുപ്പീരിയേഴ്സിന് എല്ലാവർക്കും എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പറഞ്ഞാലും തീർച്ചയായിട്ടും. എൻ്റെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ സുരക്ഷാ പ്രോജക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് PE ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ 7-8 വർഷം കൊണ്ട് ഞാൻ ആ പ്രോജക്റ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാരെല്ലാം ഞങ്ങളെ പരിചയപ്പെട്ട് ഞങ്ങളുടെ വൃദ്ധസദനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മുപ്പത്തടം. ആ തള്ളമാരെ സഹായിക്കുകയും അവർക്ക് അരി, ഗോതമ്പ് എല്ലാ സാധനം, അതുപോലെ ഓണങ്ങൾ വന്ന അവർക്ക് വസ്ത്രങ്ങൾ, അവരെ സഹായിക്കുക. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ വന്ന് അവരെ നോക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങളുടെ പ്രോജക്റ്റ് ഞങ്ങളെ കുട്ടികൾക്കൊക്കെ ബുക്ക് മേടിച്ചു കൊടുക്കുകയും അവരെ എല്ലാവരെയും സഹായിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ സിസ്റ്റർമാരോട് പറഞ്ഞാൽ അനാഥകളായ തള്ളമാർക്കൊക്കെ വസ്ത്രങ്ങൾ എല്ലാം കൊണ്ട് കൊടുക്കും. പിന്നെ ഞങ്ങൾക്കും സഹായങ്ങളൊക്കെ ഒരുപാടുണ്ട് ഞങ്ങളുടെ പ്രോജക്റ്റിൽ. ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും ഞങ്ങൾക്കൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. ഞാൻ സ്വന്തം സുരക്ഷാ പ്രോജക്റ്റിൽ വന്നിട്ട് 20 വർഷമാവാൻ പോണു. എല്ലാ സിസ്റ്ററൊക്കെ നമുക്ക് ക്രിസ്മസും ഓണമായിട്ട് എല്ലാം ആഘോഷം സിസ്റ്റർമാരാണ് എല്ലാം ചെയ്ത് തരുന്നത്. പിന്നെ PR റൂമിലെ അമ്മമാരെയും മക്കൾക്ക് എല്ലാം ബുക്കും എല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ ഗോതമ്പ് എല്ലാം നമുക്ക് തരാറുണ്ട്. നമുക്ക് വിളിച്ചാലും സിസ്റ്റർമാർ ഓടി വരും. എല്ലാ കാര്യത്തിനും സിസ്റ്റർമാർ ക്രിസ്മസ് ആയാലും ഓണത്തിനായാലും വിഷുവിനായാലും എല്ലാം സഹകരണം നമുക്ക് തരുന്നുണ്ട് സിസ്റ്റർമാർ. എല്ലാ ഉപകാരത്തിനും വിളിച്ചാൽ വരുന്ന സിസ്റ്ററാണ്. ഇപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭ കരുണയുടെ വർഷം ആഹ്വാനം ചെയ്ത് നമ്മൾ അതിലെല്ലാവരും സഭ മുഴുവനും അതിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ യുവതലമുറയോട് നിങ്ങൾക്ക് ഈ ഇത്രയും മേഖലകളിൽ പ്രവർത്തിച്ച അനുഭവമുള്ള നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? ഞാനൊരു ചെറിയ കാര്യം പറയാം. അതായത് ഞങ്ങളുടെ തൃപ്പൂണിത്തുറ ഇടവകയിൽ ഒരു 1-2 പിള്ളേർ മുടി വളർത്തുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു, നീ എന്ത് മോനെ ആൺപിള്ളേർ മുടി വളർത്തുന്ന അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ, അപ്പം നീ എന്ത് ഇതിങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, സിസ്റ്റർ ഒരാഴ്ചയും കൂടി കഴിയുമ്പോൾ ഞാനിത് വെട്ടു എന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞില്ല. അത് കഴിഞ്ഞ് വെട്ടിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു,
ക്യാൻസർ പേഷ്യൻസിന് ഈ റേഡിയേഷൻ കഴിയുമ്പോൾ മുടി പോകും. അപ്പോൾ അവർക്ക് വെച്ച് പിടിപ്പിക്കാനുള്ള മുടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ മുടി വളർത്തിയിട്ട് കൊടുക്കുവാണ്. അപ്പോൾ അവനെ സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള കഴിവ് മീൻസ് വീട്ടിലില്ല. അപ്പോൾ അവനെ പറ്റുന്നത് ഈ ഒരു ഇതാണ്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവതീ-യുവാക്കന്മാർ എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ട് മുടി ഫാഷൻ ചെയ്യാനും അതുപോലെ ഓരോ കാര്യത്തിനും എന്തുമാത്രം പൈസകൾ ചിലവാക്കുന്നുണ്ട്. അവരൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു 10 രൂപ കിട്ടിയാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊതിക്കുന്ന മക്കളുണ്ടെന്നുള്ളത് അവർ ചിന്തിക്കാറില്ല. അപ്പം അവർക്ക് പറ്റുമെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചുരുക്കി ഈ പാവങ്ങളെ സഹായിക്കാനായിട്ട്, അതുപോലെ തന്നെ സാമ്പത്തികം കൊണ്ട് മാത്രമല്ല, ഒരു പാവപ്പെട്ടവനാണെങ്കിൽ ഒരു ചിരിയായിരിക്കും. ഞാൻ ഓർക്കുന്ന വേറൊരു കാര്യം ഓർക്കുക, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോയതാണ്. പക്ഷേ പോണ വഴിക്ക് എതിരെ വന്ന ഒരാൾ വെറുതെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ എന്നെ നോക്കി ചിരിക്കുന്നതെന്ന് ഓർത്തും കൊണ്ട് ചോദിച്ചു, ഇയാളെന്താ എന്നെ നോക്കി ചിരിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇയാളെൻ്റെ സഹോദരനായതുകൊണ്ടാന്ന് പറഞ്ഞു മറ്റേ മനുഷ്യൻ. അതോടുകൂടി ഈ മനുഷ്യൻ്റെ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആ ചിന്ത പോയി. അത് കഥയായിരിക്കാം, എനിക്കറിയില്ല എന്തായാലും. അപ്പോൾ അതുപോലെ നമുക്ക് ജസ്റ്റ് ഒരു ചിരിയായിരിക്കും ചിലപ്പോൾ എനിക്ക് സമ്മാനിക്കാൻ പറ്റുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുക. അത് പാവങ്ങളെന്നോ ഏതെങ്കിലും ജാതി മത ഭേദം ഒന്നും നോക്കണ്ട, ആർക്കും കൊടുക്കാവുന്ന. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പിള്ളേർ ഒത്തിരിയേറെ മയക്കുമരുന്നിന് പുറകെ പോകുന്നുണ്ട്. വീട്ടിൽ മാതാപിതാക്കന്മാർ പറഞ്ഞവരനുസരിക്കുകയില്ല, അവരുടെ കൂട്ടുകാർ പറയുന്നത് അനുസരിക്കണം. അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിലൂടെയുള്ള എന്താ പറയുക ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളൊക്കെ ചെന്ന് ചാടുന്ന കുഴിയിലേക്കാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. ഈ വാട്സാപ്പ്, അതുപോലെ ഇൻ്റർനെറ്റ്, ഈ ഫോണിലൂടെയുള്ള വിളികളിലൂടെയാണ് മിക്ക പെൺകുട്ടികളും കുഴികളിൽ ചാടുന്നത്. അത് വലിയ വലിയ കുഴികളാണ്. കുഴി ചെന്ന് ചാടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് വീണ്ടെടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെയുള്ള ഇതെല്ലാം തിരിച്ചറിഞ്ഞ് അതിന് പ്രത്യേകിച്ച് മാതാപിതാക്കളുമായിട്ടുള്ള ഒരു നല്ല ബന്ധം ഈ കുട്ടികൾ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത്. അവരവരുടെ ശത്രുക്കളായിട്ട് മിക്കവാറും പേരൻസിനെ കാണുന്നത്. ശത്രുക്കളല്ല, അവരുടെ പേരൻസ് അവരുടെ സകല സർവ്വതുമാണെന്നുള്ള ഒരു ചിന്ത, ദൈവിക ചിന്ത അവരിലേക്ക് വന്നാൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾ നന്നാകാൻ പോകുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് പലതും നല്ല കാര്യങ്ങൾ ചെയ്യാനും പറ്റും. മാതാപിതാക്കൾക്കും അവിടെ വലിയ പങ്കുണ്ട്. കുട്ടികളെ ഇന്നത്തെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് വളർത്താനായിട്ട് അവർ ശ്രദ്ധിക്കണം. ഈ മാതാപിതാക്കളാണെങ്കിലും ഈ മക്കൾക്ക് കുറേ മാതാപിതാക്കന്മാർക്ക് ജോലിയുള്ളവരുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി അല്പസമയം ചെലവഴിക്കുക. ആ മക്കളുടെ അന്നത്തെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് ഫ്രണ്ട്സ്, അവരുടെ കുടുംബ പ്രാർത്ഥന കാര്യങ്ങൾ, ഇതൊക്കെ നല്ലൊരു ഉത്തരവാദിത്വം പേരൻസിനുണ്ട്. പക്ഷെ പേരൻസിന് പൊതുവെ ഇപ്പം വെച്ച് നോക്കുമ്പോൾ മക്കളോട് പറയാൻ പേടിയാണ്. എല്ലാവർക്കും അല്ല, പക്ഷെ ഒരു പരിധി വരെ. ഞാൻ പറഞ്ഞ എൻ്റെ മോൻ എന്ത് ചെയ്യും. ഇപ്പം ആൺപിള്ളേരെക്കായും പ്രശ്നക്കാർ പെൺപിള്ളേരാണ്. ഇപ്പോൾ നേരത്തെ ആൺകുട്ടികളായിരുന്നു. ഇപ്പം ഞങ്ങൾക്കൊരു പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളെയും പ്രശ്നക്കാരുടെ അടുത്ത് പെൺകുട്ടികളാണ്. ആൺകുട്ടികൾ പിന്നെങ്കിലും ഉള്ള സത്യം പിന്നെ തുറന്നു പറയും. പെൺകുട്ടികൾ വളരെ ആ കാര്യത്തിൽ രഹസ്യം അത്രയ്ക്ക് അത് അങ്ങനത്തെ ഇതിലേക്ക് പോയി കഴിഞ്ഞു. ഇങ്ങനെ പോയ മക്കളോട് അപ്പനോ അമ്മയ്ക്കോ പറയാൻ പേടി. ഇനി അടുത്ത് അവരെന്താ ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റില്ല. അതൊക്കെയാണ് ഓരോരോ പ്രശ്നങ്ങൾ. അപ്പോൾ എന്നാൽ നല്ല രീതിയിൽ മാതാപിതാക്കന്മാർ മക്കളെ വളർത്തുന്നവരുണ്ട്, മാതാപിതാക്കന്മാർ സ്നേഹമുള്ളവരുണ്ട്. അത് ഒരു വശം. പക്ഷെ അതിലേറെ ഈ തലത്തിൽ കൂടെ നീങ്ങുന്നു നമുക്ക് ദൈവിക ചിന്തയില്ലാത്ത തലമുറയാണ്. വേറൊരു കാര്യം എന്താണെന്നറിയാമോ, ഈ കുഞ്ഞു കുട്ടിയായിരിക്കും. പണ്ട് നമുക്കൊരു കാരണന്മാരൊരു പഴഞ്ചൊല്ല് പറയില്ലേ, അടയ്ക്ക മടിയിൽ വയ്ക്കാം, അടയ്ക്കാവരം മടിയിൽ വയ്ക്കാൻ പറ്റില്ല. ഈ അടയ്ക്കായിരിക്കുമ്പോൾ ഈ കുഞ്ഞു ചെവിയിൽ പറഞ്ഞു കൊടുക്കുക, മോനെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, തമ്പുരാൻ നമുക്കുണ്ട്, തമ്പുരാൻ്റെ കൈകളിലാണ് നമ്മളെന്നുള്ള ആ ഒരു ചിന്ത ഈ കുഞ്ഞു കുട്ടികളിലേക്ക് പകർന്നു കൊടുത്താൽ, അതുപോലെ അവർ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം കുടുംബ പ്രാർത്ഥനയാണ്. അത് ഏത് മതത്തിൽപ്പെട്ട എല്ലാ മതത്തിലും ചേർന്ന് നിൽക്കണം. എല്ലാ മതത്തിലും. അത് പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെയൊക്കെ ഒരു വില്ലേജ് ഏരിയയാണ്. അപ്പം അന്നിങ്ങനെ കമ്പനി ഒന്നുമില്ല. പക്ഷെ ആ വഴി കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ലൈറ്റില്ല. ഞങ്ങളുടെ നാട്ടിൽ അന്നൊന്നും ഇലക്ട്രിസിറ്റി എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതാണെങ്കിലും രാത്രിയിൽ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ചാച്ചൻ കൂടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഇരുട്ടാണെങ്കിൽ പോലും ആ വഴിയരിയിലുള്ള വീടുകളിൽ വിളക്ക് വെച്ചുകൊണ്ട് ജപം ചൊല്ലുന്നത്. ഒന്നിൽ നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആയിരിക്കാം, എന്തുമാവട്ടെ.
ആ നാമജപം കേട്ടുകൊണ്ടാണ് നമ്മൾ ആ വഴിയെ നടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ ദൈവമേന്ന് വിളിച്ചു പോകും. നമ്മളെ ഒരു ആപത്ത് നമുക്ക് ആ സമയത്ത് ഉണ്ടാകില്ല. കാര്യം പാമ്പുള്ള വഴിയാണെങ്കിലും നമ്മളെ ആരും ഒരു പാമ്പും കടിക്കാൻ വരാറില്ല. പക്ഷെ ഇന്നത്തെ കാലം അതല്ല. ഇന്ന് ആ സമയത്ത് ടി വി ഏറ്റെടുത്തു. സീരിയലുകളാണ്. അതിനകത്ത് അമ്മച്ചിമാർക്ക് നല്ല പങ്കുണ്ട് കേട്ടോ. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മക്കളെക്കായും താല്പര്യം എടുക്കണ അമ്മച്ചിമാര്. അപ്പൊ ഈ കുഞ്ഞു മനസ്സിലേക്ക് ഈശോയെ എന്ന് വിളിക്കാനുള്ള സാഹചര്യം പേരൻസ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ആ കുട്ടികൾ നന്നാകിയല്ല. അതാണ് അതിന്റെ ഒരു മെയിൻ പോയിന്റ്. പ്രായമായി കഴിഞ്ഞ കുട്ടികളെ നന്നാക്കാൻ നോക്കിയാൽ അതും ബുദ്ധിമുട്ടാണ്. പിന്നെ ചില പശുക്കൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മാമ്മയ്ക്കുണ്ടല്ലോ ഞങ്ങളെക്കാൾ ഇഷ്ടം സീരിയൽ കാണുന്നത്. ഒരു കൊച്ചു പിള്ളേർ നമ്മുടെ അമ്മച്ചിമാരൊക്കെ എല്ലാരെയും കൂട്ടിയിരുത്തി ഈ അമ്മച്ചി. അപ്പൊ അമ്മച്ചി പറയുന്നത്, ഞാൻ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല, എനിക്ക് പിന്നെ വേണ്ട സമയം കിട്ടുന്നുണ്ട്. അപ്പൊ ആ സീരിയൽ കാണുന്ന എന്താ പ്രശ്നം? അവിടെ മറ്റേ മോളോ അല്ലെങ്കിൽ കൊച്ചുമക്കളോ അവിടെ ഉണ്ട്. ഈ സന്ധ്യ നമുക്ക് കുടുംബ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. മക്കൾക്ക് അങ്ങനെ കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ സീരിയൽ കാണണം. അത് മുറിഞ്ഞു പോയ സംഗതി എന്തോ ഒരു വലിയ അപരാധ്യ, അങ്ങനെയും ചിന്തിക്കുന്ന ആളുണ്ട്. അപ്പൊ കറണ്ട് പോയാൽ നമുക്കപ്പോൾ പ്രാർത്ഥന ചൊല്ലാം. അപ്പം വലിയ പ്രശ്നമില്ലല്ലോ. അങ്ങനെയും നമ്മൾ ഇങ്ങനെ അതിന്റെ ആ ഒരു പവിത്രത നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇതൊക്കെ നമ്മുടെ യുവതലമുറയെ ഒത്തിരിയേറെ വഴിതെറ്റിക്കുന്നുണ്ട്. അപ്പൊ മക്കൾ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവർ ചേർന്ന് പറയുന്നതല്ല. പക്ഷെ മക്കൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണുന്നു. അപ്പോൾ കിട്ടേണ്ട സമയത്ത് സ്ഥലം അന്വേഷിച്ച് കിട്ടുന്നു പോകുന്നു. അപ്പോൾ അവരുടെ കൂട്ടുകാരായിരിക്കും, മൊബൈൽ ഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആയിരിക്കും, പിന്നെ അവരുടെ കമ്പ്യൂട്ടർ, അങ്ങനെ അങ്ങ് പോകും അവരുടെ. പിന്നെ അവരുടെ ജീവിതം തകർന്നു. പിന്നെ പേരൻസ് പറയുന്നവർക്ക് കേൾക്കാൻ അവർ അലർജിയാണ് അവർക്ക്. പറയൂ, എൻ്റെ മോൻ രാത്രി മുഴുവൻ ഇരുന്ന് പഠനാട്ടാ. ഈ പഠിക്കുന്ന കാര്യം എന്താണെന്നുള്ള തമ്പുരാൻ കർത്താവിന് മാത്രം അറിയാം. പക്ഷെ കൊച്ചു നേരം മുതൽ എഴുന്നേൽക്കില്ല. കാരണം അത്രയും വൈകിയാണ് കൊച്ചു എടുക്കുന്നത്. കൊച്ചിൻ്റെ കയ്യിലുള്ള വികൃതികൾ എന്തൊക്കെയാന്നുള്ളത് മാതാപിതാക്കന്മാരറിയുന്നില്ല. അങ്ങനെയും പോകുന്നുണ്ട്. അപ്പൊ ഈ നല്ല ഈശ്വരവിശ്വാസത്തിൽ മക്കളെ വളർത്തി അങ്ങനെ വരുമ്പോൾ അങ്ങനെ വളർന്നു വരുന്ന മക്കൾ വഴിതെറ്റിപ്പോവുകയില്ല. അവർക്ക് അറിയാൻ സാധിക്കും. അതല്ല, നമ്മളിവിടെ ലൂസായാൽ മക്കൾ അതിലേറെ ലൂസാകുമെന്ന് നമ്മൾ ബോധ്യപ്പെടണം. പിന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ സാമ്പത്തികമാണ് പൊതുവെ ചിന്തിച്ചു പോകുന്നത്. അതല്ല, എനിക്കുള്ള കഴിവുകൾ അതും ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അതായത് എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, ഇതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തമ്പുരാൻ കർത്താവ് എനിക്കിങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ കൊടുക്കേണ്ടതാന്നുള്ള ഒരു അവബോധം മാതാപിതാക്കൾ ചെയ്യുന്നതാണ് മക്കൾ കണ്ടു ശീലിക്കുന്നത്. അപ്പൊ ആ കിട്ടിയ ആഴമായ വിശ്വാസവും ആ നല്ല മൂല്യങ്ങളും നമ്മൾ സ്വന്തമാക്കിയെടുത്ത് നമ്മളും നമ്മുടെ മറ്റു മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണം നമ്മിലും കുടുംബത്തിലും സമൂഹത്തിലും ഇടപെടുന്ന എല്ലാവരിലും കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടി നമുക്ക് കിട്ടുന്നതിന് ഒരു വിഹിതം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ തമ്പുരാൻ അതിലേറെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളും നമുക്കുണ്ട്. ഇങ്ങനെയൊക്കെ ആയാൽ ഇതൊക്കെ വരും തലമുറ ഇതൊരു നല്ലൊരു സുഹൃതമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്ന രീതിയിലെടുത്താൽ നമുക്ക് അവർ വഴിതെറ്റി പോകുകയില്ല. സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇത്രയും നേരം ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയേറെ നന്ദി.